ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഈ വചനത്തിന്റെ അവസാന ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. സമയം അടുത്തിരിക്കുന്നു. എന്തിന്റെ സമയം? എന്താണ് സമയത്തിന്റെ പ്രാധാന്യത? ഈ സമയം എന്ന് പറയുന്നത് പ്രവാചക ഘടികാരത്തിൽ നാളുകളിൽ നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം യേശു കർത്താവിന്റെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട്, വിശുദ്ധന്മാരുടെ ഉൽപ്രാപണവുമായി ബന്ധപ്പെട്ട്, കർത്താവിന്റെ പ്രത്യക്ഷതയുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നാം ഇന്ന് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ പല അധ്യായങ്ങളിലും കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകൾ, ദൂതുകൾ നമുക്ക് ഈ പുസ്തകത്തിലെ ഓരോ പേജിലും നമുക്ക് കാണുവാൻ കഴിയും. 22-ാം അധ്യായത്തിൽ ഈ ദൂതുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ 10-ാമത്തെ വാക്യം വീണ്ടും പറയുന്നു, സമയം അടുത്തിരിക്കുക. പ്രിയമുള്ളവരെ, നാം വിശ്വസിച്ച സമയത്തെക്കാൾ രക്ഷ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നു. രക്ഷ. ഏത് രക്ഷ? ഈ ഭാഗങ്ങൾ അപ്പോസ്തലൻ പൗലോസിന്റെ എഴുത്തുകളുമായി ബന്ധപ്പെട്ട് നാം പഠിക്കുമ്പോൾ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. കർത്താവിന്റെ പ്രത്യക്ഷതയെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി 3 പ്രത്യക്ഷതകൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 24, 26, 28 വാക്യങ്ങളിൽ. അവിടെ 26-ാമത്തെ വാക്യം, അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഞാൻ 3 പ്രത്യക്ഷതയെ കുറിച്ചാണ് പറയുന്നത്. 1-ാമത്തെ പ്രത്യക്ഷത 26-ാമത്തെ വാക്യം, പാപപരിഹാരം വരുത്തുവാൻ യേശു ഒരിക്കൽ പ്രാകാരത്തിൽ, ലോകത്തിന്റെ പ്രാകാരമാകുന്ന കാൽവറി ക്രൂശിൽ പ്രായശ്ചിത്തം ബലിക്കായി പരമയാഗമായി തീരുവാൻ വീണ്ടെടുപ്പിന് വേണ്ടി താൻ പ്രത്യക്ഷനായി. നമുക്കറിയാം 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള കർത്താവിന്റെ ബലിമരണം, അവിടെ ആടുകൾക്ക് വേണ്ടി നല്ലിടയനായ ക്രിസ്തു യാഗമായി തീരുകയായി. നിങ്ങളുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. അത് ക്രിസ്തു തന്നെ. യോഹന്നാൻ ചൂണ്ടിക്കാണിച്ച ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് യാഗമായി തീർന്ന വിഷയമാണ് ഒരിക്കൽ താൻ പ്രത്യക്ഷനായെന്ന് ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അതിന് 24-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ, ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചു. ഇപ്പോൾ വീണ്ടും പ്രത്യക്ഷത എന്ന വാക്ക് കാണുന്നു. സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ എന്താണ് അവിടെ ചെയ്യുന്നത്? താൻ പക്ഷപാതം ചെയ്യുന്നു. പുതിയ നിയമത്തിൽ മധ്യസ്ഥത അണയ്ക്കുന്നു. അപ്പോൾ തന്നെ ഒരു മഹാപുരോഹിതന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇന്നും പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു. കാര്യസ്ഥനായി നമുക്ക് വേണ്ടി വാദിക്കുന്നു. 2-ാമത്തെ പ്രത്യക്ഷതയാണ് 24-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത്. നാം ചിന്ത അവസാനിപ്പിക്കുമ്പോൾ പ്രിയരെ, എബ്രായ ലേഖനം 9-ാമത്തെ 24-ാമത്തെ വാക്യത്തിൽ തുടങ്ങിയ പ്രത്യക്ഷത 28-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അടുത്തത്, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഇവിടെ 3-ാമത്തെ പ്രത്യക്ഷത, തനിക്കായി കാത്തു നിൽക്കുന്നവർ. അതാരാണ്? അവരെ കുറിച്ചാണ് പുതിയ നിയമത്തിലെ പ്രവചന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാന്റെ ദൈവാത്മാവ് വെളിപ്പെടുത്തിയ ദൂതുകളിൽ, ഒരുങ്ങിക്കൊള്ളുക, നിന്റെ ദൈവമായ കർത്താവിനെ എതിരേൽപ്പാൻ, വിശുദ്ധ സഭയെ, മണവാട്ടിയെ, ക്രിസ്തുവിന്റെ കാന്തയെ, നിർമ്മല കന്യകയെ ഒരുക്കത്തിന്റെ ദിനങ്ങൾ. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ മണവാട്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കും. അതെപ്രകാരം ഒരുങ്ങുന്നു? തേജസ്സോടെ, മഹിമയോടെ ഒരുക്കപ്പെടുക. കുഞ്ഞാടിന്റെ ചോരയാൽ തന്നെത്താൻ കഴുകി വെടുപ്പാക്കി, കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാതെ ശുദ്ധവും ശുഭ്രവുമായി, ചതിമോഹങ്ങളാൽ വഷളായി പോകാതെ, ഉപായത്താലും കൗശലത്താലും ഒരിക്കലും വഷളായി പോകാത്ത ക്രിസ്തുവിന്റെ നിർമ്മല കന്യക, ലോകത്തിന്റെ ആദിപാഠങ്ങളിലേക്ക് വീണ്ടും പ്രവേശിക്കാത്ത, ദൈവത്തിനായ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കാത്ത, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കാത്ത, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്ത, നമ്മെ വീണ്ടെടുത്ത വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് എണ്ണാത്ത ഒരു മണവാട്ടി, കൃപയിൽ നിലനിൽക്കുന്ന, കൃപയിൽ ജീവിക്കുന്ന, കൃപയിൽ ശക്തിപ്പെടുന്ന ക്രിസ്തുവിന്റെ മണവാട്ടി. ആ മണവാട്ടിയുള്ള സന്ദേശമാണ് സമയമെടുത്തിരിക്കുന്നത്. ഞാനിവിടെ പറയട്ടെ പ്രിയമുള്ളവരെ, ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് സമയമാണ്. ബാക്കി എന്ത് നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും നമുക്ക് തിരിച്ചു കിട്ടും. ആരോഗ്യം നഷ്ടപ്പെട്ടാലോ, സമ്പത്ത് നഷ്ടപ്പെട്ടാലോ, സൗന്ദര്യം നഷ്ടപ്പെട്ടാലോ, ലാഭങ്ങൾ നമുക്ക് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലോ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചാലും പിന്നത്തേതിൽ അതൊക്കെ തിരിച്ചു കിട്ടും. സമ്പത്തും ലാഭങ്ങളും ഭൗതിക നേട്ടങ്ങളും വിജയങ്ങളും ആരോഗ്യവും സുഖ സൗകര്യങ്ങളും ഒക്കെ നമുക്ക് തിരിച്ചു ലഭിക്കും. ഇപ്പോൾ ഒരു ജോലി നഷ്ടപ്പെട്ടാൽ വേറെ ജോലി ലഭിക്കും. ബിസിനസ്സിൽ ഒരു വലിയ നഷ്ടം സംഭവിച്ചാൽ അടുത്ത ടൈമിൽ, അടുത്ത സീസണിൽ നമുക്കത് തിരിച്ച് ലഭിക്കും. ഈ ഒരു പ്രത്യേക നാളുകളിൽ നാം രോഗിയായി, ശരീരത്തിൽ ക്ഷീണങ്ങളിലും അല്ലെങ്കിൽ ക്ഷീണാവസ്ഥയിലും ബലഹീനതയിൽ നാം ആയിരിക്കുന്നെങ്കിൽ അടുത്തൊരു ഘട്ടത്തിൽ നാം ബലം പ്രാപിച്ച് ആരോഗ്യത്തോടെ, ബലത്തോടെ, സന്തോഷത്തോടെ ആയിരിക്കും. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഏറ്റവും പ്രധാനമുള്ളതാണ് സമയം. ദൈവം നാളെ സമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ ശക്തമായ ഒരു സന്ദേശം
നിങ്ങൾ കേൾക്കണം. ദയവായി ദൂതുകൾ നിങ്ങൾ ഷെയർ ചെയ്യണം. അനേക ഗ്രൂപ്പുകളിലേക്ക് അനേക പ്രിയപ്പെട്ടവർ കേൾക്കട്ടെ, സത്യം അറിയട്ടെ, അവർ ദൈവിക ജ്ഞാനം പ്രാപിക്കട്ടെ. അവരുടെ സമയം വെറുതെ വേസ്റ്റാക്കി ഈ ലോകത്തിന്റെ ചിന്താഗതികളുടെ പിന്നാലെ, ഇഷ്ടങ്ങളുടെ പിന്നാലെ, ലൗകികമായ അനുഭവങ്ങളുടെ പിന്നാലെ, സുഖങ്ങളുടെ പിന്നാലെ പരക്കം പായാതെ നമ്മുടെ സമയം കർത്താവിന് വേണ്ടി മാറ്റിവെക്കും. അതുകൊണ്ടാണ് സമയത്തിലും അസമയത്തിലും ഒരുങ്ങി സമയത്തക്കത്തിൽ ഉപയോഗിക്കും. സമയത്തിന്റെ പ്രാധാന്യത വളരെ വലുതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്നിന്റെ ദിവസത്തിന്റെ ഈ പ്രാധാന്യത നാം തിരിച്ചറിയണം. നാം അവഗണിക്കുന്ന, വെറുതെ തള്ളി നീക്കുന്ന നേരമ്പോക്കിന് വേണ്ടി, നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം നാം കണക്കാക്കുന്ന സമയം പിന്നത്തെ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടുന്നില്ല. ഈ സമയം ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഞാൻ വാതിക്കലായിരിക്കും, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടും. സമയം അടുത്തിരിക്കും. അവന് പ്രത്യക്ഷതയ്ക്ക് സമയമായിരിക്കും. തനിക്കായി കാത്തു നിൽക്കുന്നവർ പ്രതീക്ഷയ്ക്ക്. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു മണവാട്ടിയാണോ? ക്രിസ്തുവിനെ രണ്ടാമത്തെ വരവിനെ പ്രതീക്ഷയോടെ നോക്കി പാർക്കുന്ന ഒരു വിശ്വാസിയാണ്. ഈ സമയത്തിന് വളരെ പ്രാധാന്യതയുണ്ട്. ഒരിക്കലും സമയം നഷ്ടപ്പെടുത്തരുത്. തിരിച്ചു ലഭിക്കുകയും സമയം അതിവേഗം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലങ്ങൾ, സംവത്സരങ്ങൾ എല്ലാം നമ്മുടെ മുമ്പിൽ നിന്ന് വളരെ വേഗം മുൻപോട്ട് പാഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഈ സമയത്തിനകത്ത് സമയം കണ്ടെത്തുക, അതാണ് ദൈവത്തിന്റെ സമയം. സമയത്തിന്റെ പ്രാധാന്യത തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക, നമ്മുടെ ആത്മീയ അനുഭവങ്ങളെ പുനർക്രമീകരിക്കുക. ദൈവികതമല്ലാത്ത പദ്ധതികൾക്ക്, ഇഷ്ടങ്ങൾക്ക്, താല്പര്യങ്ങൾക്ക്, ആവശ്യങ്ങൾക്ക് നമ്മുടെ സമയം വൃഥാ കളയാതെ സമയത്തക്കത്തിൽ ഉപയോഗിക്കും. കർത്താവ് വരവിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു സമൂഹമായി നമുക്ക് മാറാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. ഏറ്റവും പ്രാധാന്യമുള്ളത് സമയമാണ്. ഏറ്റവും അടുത്തിരിക്കുന്നത് സമയമാണ്. ആ സമയം ദൈവരാജ്യത്തിന് വേണ്ടിയും ക്രിസ്തുവിന് വേണ്ടി മാത്രം ആയിത്തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.